ക്രിസ്തുമസിന് മുമ്പ് 5ാം സെമസ്റ്റർ റെഗുലർ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നു. അതിനുശേഷം ഇന്ന് വിദ്യാർത്ഥികളുടെ 5ാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെയും റിസൾട്ട് വന്നു. എല്ലാവരുടെയും വന്നു എന്നല്ല, വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ വന്ന കൊമന്റുകളാണ്. 1-2 വിഷയത്തിൽ പോയിട്ടുണ്ട്, സപ്ലിമെന്ററി ഉണ്ട്. ഇനി എന്നാണ് 5ാം സെമസ്റ്റർ പരീക്ഷകൾ ഉണ്ടാവുക? ബാർകോഡ് സിസ്റ്റം വന്നതുകൊണ്ട് പരീക്ഷകൾ നേരത്തെ ആക്കുമോ? മോഡറേഷൻ കിട്ടുമോ? അങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, 5ാം സെമസ്റ്റർ ആണെങ്കിലും 6ാം സെമസ്റ്റർ ആണെങ്കിലും ഒരു വിഷയത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്കുള്ള ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് വേണമെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം. റീവാലുവേഷൻ പ്ലസ് കോപ്പി പ്ലസ് സ്ക്രൂട്ടിനി, അങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇംപ്രൂവ്മെൻറ്റ് അഥവാ സപ്ലിമെൻ്ററി എക്സാമിനായിട്ട് ജൂനിയേഴ്സിനൊപ്പം എഴുതാം. അത് എന്തായാലും സമയമെടുക്കും. നിങ്ങൾ ജൂനിയേഴ്സിൻ്റെ എക്സാം 3ാമത്തെ സെം ആയിട്ടുള്ളൂ, ഇനി 4 കഴിയണം. 5ാമത്തെ സെമ്മിൻ്റെ ഒപ്പമേ എഴുതാൻ സാധിക്കുകയുള്ളൂ. അതിനെ 1 വർഷം എടുക്കാറുണ്ട്. പിന്നെ മോഡറേഷൻ്റെ കാര്യം, ഡിഗ്രി എന്ന പ്രോഗ്രാമിൽ ഒരു വിഷയത്തിന് മാത്രമേ പോയിട്ടുള്ളൂ, അതിന് മോഡറേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിരുന്നു. മോഡറേഷൻ കൊടുക്കാറുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിച്ചാൽ മാത്രമേ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാകൂ. അപ്പോൾ ഡിഗ്രി പ്രോഗ്രാമിന് ഏതെങ്കിലും ഒരു വിഷയത്തിലാണ് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റിയെ സമീപിക്കുക. കൂടുതൽ കാര്യങ്ങൾ അവർ പറയുന്നതായിരിക്കും. ഓർക്കുക, നിങ്ങളുടെ മുമ്പിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്നിൽ നിങ്ങൾക്ക് റീവാലുവേഷന് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കാത്തിരുന്ന് മുന്നോട്ട് പോവാം. കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.